വിനീത വിജി ചേരുന്നുണ്ട് മുണ്ടൻവേലിയിൽ നിന്ന്. വിനീത, എന്താണ് അവിടുത്തെ സാഹചര്യം? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടൻവേലിയിലെ P&T കോളനി നിവാസികൾക്കായി നൽകിയിരിക്കുന്ന ഫ്ളാറ്റിലാണ്. ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ P&T കോളനിയിൽ കഴിഞ്ഞിരുന്നവർക്ക് ഈ ഫ്ളാറ്റ് GCയുടെയും മറ്റുമായി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലത്തും ഇവരുടെ ദുരിതത്തിന് ഒട്ടും തന്നെ കുറവില്ല എന്നുള്ളതാണ്. ഈ നൽകിയ ഫ്ളാറ്റുകളിൽ പലതും ഇപ്പോൾ ചോർന്നൊലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പരാതി. നമുക്കിവിടെ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആ മുറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ മുകൾ വശത്ത് നിന്നുമൊക്കെ ഉള്ള വെള്ളം അതിങ്ങനെ ചോർന്നൊലിച്ച് മുറിക്കകത്ത്, ഇത് ആ ഫ്ളാറ്റിനുള്ളിലെ ഒരു മുറിയാണ്, കിടപ്പ് മുറിയാണ്. ആ മുകളിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായും ഈ മുറിക്കുള്ളിലേക്ക് ഇങ്ങനെ ചോർന്നൊലിക്കുകയാണ്. ഇത് ഈ ഫ്ളാറ്റിന്റെ മാത്രം സ്ഥിതിയല്ല, ഇവിടെയുള്ള മറ്റു പല ഫ്ളാറ്റുകളിലും അവസ്ഥ ഇത് തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആ ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ഈ മഴക്കാലത്തും നിങ്ങളുടെ ദുരിതത്തിന് പരിഹാരമില്ല? ഒരു കുറവുമില്ല. കാരണം ഒരു ചെറിയ മഴ പെയ്താൽ, ഒരു കാറ്റടിച്ചാൽ തന്നെ ഇത് കംപ്ലീറ്റ് വെള്ളമാണ് അകത്തോട്ട് വന്നത്. ഒരു വഴി, നടക്കണ വഴിയാണെങ്കിൽ പോലും ഒന്നും ചെയ്തിട്ടില്ല. ചേറ് കംപ്ലീറ്റ് ചെളിയും ചാതും എല്ലാം ചവിട്ടി അകത്തോട്ട് കയറണം. ഇത് അകത്ത് തന്നെ കണ്ടില്ലേ നിങ്ങൾ, വരുന്നത് കണ്ടില്ലേ, മൊത്തം വെള്ളമാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, കാറ്റടിച്ച് കഴിഞ്ഞാൽ മഴ. ഇപ്പൊ ഈ മുറിക്കകത്ത് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ കൊച്ചി ക്ലീൻ ചെയ്താണ്, ഞാൻ പുറത്തോട്ട് പോയത് കൊച്ചി ക്ലീൻ ചെയ്താണ്. ഇപ്പൊ കംപ്ലീറ്റ് വെള്ളം വരുന്നു. ഇത് നിറഞ്ഞിരിക്കണേന്ന് എന്നുവെച്ചാൽ അതേപോലെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ അതുപോലെ തന്നെയാണ്. ഈ അപ്പുറത്തെ വീടാണെങ്കിൽ എല്ലാ വീടും അങ്ങനെ തന്നെ. ചേട്ടാ, ഈ P&T കോളനിയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഇതേപോലെയുള്ള വെള്ളക്കെട്ടും ദുരിതവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അത് പരിഹരിക്കുന്നതിന് മറ്റുമായാണ് നിങ്ങളുടെ ഈ പുതിയ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിയത്. വീട്ടിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നുള്ളൂ, ചെറിയ വെള്ളം. അതും അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇതേമാതിരത്തെ ദുരിതം ഉണ്ടായില്ല. ഇതിപ്പോ നടക്കാനും പറ്റണില്ല, ഒന്നും ഒരു സ്ഥലത്ത് ഇരിക്കാനും പറ്റില്ല, രാത്രി കിടക്കാനും പറ്റില്ല. ചോർച്ച തന്നെയാണ്, നല്ല ചോർച്ചയുണ്ട്. വെള്ളം GCനെ വന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ അന്വേഷിച്ചു വന്നിട്ട് പോയി. അവർ ചെയ്തു തരാന്ന് പറയാനുള്ള ചെയ്യാനുള്ള. ഇതുവരെ ഒരു കാര്യം നടക്കണില്ല, ഒരു ഇതുമില്ല ഇവിടെ. ഒരു കാര്യം പറയണില്ല, ചെയ്യണില്ല. ഈ കഴിഞ്ഞ ദിവസം വഴിയിലേറ്റ് വരെ കട്ട് ചെയ്തിട്ട് പോയി. വേണു, ഇതാണ് ഇവരുടെ അവസ്ഥ. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വഴിയിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊതുവെയുള്ള മറ്റ് ഫ്ളാറ്റുകളിലേക്കൊക്കെ പോകുന്ന വഴിയാണ്, ആ ഭാഗത്തേക്കൊക്കെ തന്നെ. ചേച്ചി, വീട്ടിൽ എന്താ അവസ്ഥ? ഫ്ളാറ്റിന് മുറിക്കുള്ള വെള്ളം കയറിയോ? ഞങ്ങള് കോളനിയിൽ താമസിച്ചു. അപ്പൊ ഞങ്ങൾക്ക് താഴെ മാത്രം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഓരിക്കളഞ്ഞ് നമുക്ക് ജീവിക്കായിരുന്നു. ഇവിടെ വന്നപ്പോ ഇവിടെ വരാന്തയും വെള്ളം, മേളിന്ന് വെള്ളം, പിള്ളേര് വയസ്സായവരൊക്കെ അലിച്ചും കെട്ടി എത്ര വട്ടം ഇവിടെ താഴെ വീണെന്നറിയോ. എത്ര കോർപ്പറേഷൻകാര് അധികാരികളൊക്കെ വന്ന് കണ്ടിട്ട് പോയിട്ട് ഒരു നടപടി എടുക്കണില്ല. ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ഒരാളൊന്നും ചെയ്യണില്ല. ഇപ്പൊ ഈ രാവിലെ നല്ല മഴ പെയ്ത മഴയത്ത് താഴത്തെ വീട് വരെ ചോർച്ചയാണ്. ഇവിടെയൊക്കെ വെള്ളം തളം കെട്ടി കിടക്കണായിരുന്നു. എത്ര പേര് കൂടിയിട്ട് ഇവിടെ അടിച്ചിപ്പോ കളഞ്ഞെന്നറിയോ. ഇനി രാത്രി മഴ പെയ്ത് എവിടെ പോകും? ഇവരുടെ ബെഡ്റൂം മൊത്തം വെള്ളക്കെട്ടാണ്. പിള്ളേർ എവിടെ പോയി കിടക്കും? ഇതിലും ഭേദം കോളനി ആയിരുന്നു ഞങ്ങൾക്ക്. ഈ മതിലൊക്കെ നല്ലോണം കുതിർന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ മതിലൊക്കെ എന്ത് ഗ്യാരണ്ടി ഉണ്ട്? ഇപ്പൊ പറഞ്ഞിരുന്നു ആരോടെങ്കിലും? കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടിട്ട് പോയുള്ളൂ അധികാരികള്. ഒരു 6-7 പേര് വന്ന് കണ്ടിട്ട് പോയി. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വാദിക്കൽ മൊത്തം എല്ലാം അന്വേഷിച്ചിട്ട് പോയി. അവര് ചെളി പൂണ്ട് കിടന്നിട്ട് വണ്ടികൾ പോലും നമുക്ക് കയറ്റാൻ പറ്റണില്ല. ഈ അധികൃതർ വന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് പോയിട്ട് നടപടിയൊന്നും ഇല്ല എന്നുള്ളത് തന്നെ. നടപടിയില്ല, കാല് വരെ ചെളിയിൽ താന്നു പോണേണ്. രാവിലെ ഇപ്പം മുറിയൊക്കെ വൃത്തിയാക്കണായിരുന്നു. അവിടെ എല്ലാ തലയിലും എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് വെള്ളം, കുളം പോലെ കിടന്നു വെച്ചത്. ഇനിയിപ്പോ അടുത്ത മഴക്ക് പിന്നെയും വരും ഇത് തന്നെ തുടക്കത്തിൽ. മുകൾ ഭാഗത്ത് നിന്നും വീഴുന്ന വെള്ളമാണോ ചോർന്ന് ചാറ്റിൽ വന്നിട്ട് വീഴുന്നതാണ് അകത്തേക്ക്. എങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നത് ഈ മുകൾ ഭാഗത്ത്? പരിഹരിക്കാൻ സീറ്റ് ഇടണം, അത് തന്നെ. വേറെ പരിഹാരമൊന്നുമില്ല. ഡ്രസ് വർക്ക് ചെയ്യാന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. കാലവർഷമൊക്കെ ഇനി കൂടുതൽ വരികയാണ്. ഇപ്പൊ തുടക്കമുള്ളത് മഴ. ഇനിയുള്ള ഇത് എങ്ങനെയാവുമെന്ന് കണ്ടറിയണം. നമുക്ക് ചെയ്തരാന്ന് പറയാന്നല്ലാണ്ട് ചെയ്തു തന്നിട്ടില്ല ഇതുവരെ. എന്താ അവസ്ഥ? വീട്ടിലേക്ക് വെള്ളം എന്താ ചെയ്യാ? എങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്? തീർച്ചയായും ഇതാണ് വേണു ഇവിടെയുള്ള അവസ്ഥ. പുനരധിവാസ പദ്ധതിയുടെ മറ്റും ഭാഗമായിട്ടാണ് ഇവരെ ഈ മുണ്ടൻവേലിയിലെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിയത്. ആ നിലത്തൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ ഈ കഴിഞ്ഞ മഴയിൽ വലിയ രീതിയിലേക്കുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ അവർ വൃത്തിയാക്കി ഇവിടെ നിന്ന് മാറ്റിയതാണ്. ഒരു അമ്മ നമ്മളോട് പറഞ്ഞത് തന്നെയാണ്. അവ കേറിയോ? ഇവിടെ വെള്ളം കയറിയോ? അവരുടെയും മക്കളെ, ഞങ്ങൾ ഇവിടെ കിടക്കണേ, ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുമോ? വണ്ടി പോകുമ്പോ കുലുങ്ങാണ് കിടന്ന്. പിന്നെ എന്ത് ഗ്യാരണ്ടിയിൽ ഞങ്ങൾ ഇവിടെ കിടക്കണേ? ഈ വെള്ളം ഒഴിയിട്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കിയതാണ് ഇവിടെ. എല്ലാവർക്കും എല്ലാ വീടുകളിലും വെള്ളം വീഴുന്നു. പിന്നെ ഞങ്ങൾ എവിടെ പോയി കിടക്കും? ഇപ്പൊ അവിടെ കിടന്നപ്പോ വെള്ളത്തിനെ പേടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പാമ്പിനെയും വെള്ളത്തിനെയും പേടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതായി ഗതി.
ഈ ഇറയ മുഴുവൻ ഈ പെണ്ണ് നേരം തൊട്ട് തുടക്കണേ ഇത്രയും വെള്ളം ഇരുന്ന് കാറ്റടി കൊണ്ട് അടിച്ചിട്ട് അവരെന്തെങ്കിലും ഒരു സംവിധാനം ആ വശത്ത് ചെയ്തു തരേ ഈ വശത്ത് ചെയ്തു തരേ ഇതൊക്കെ ചെയ്ത് തരാതെ ഞങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കും? പേടിച്ച് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ? തീർച്ചയായും വേണു, ഇതാണ് ഇവരുടെ അവസ്ഥ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മുകൾ വശത്ത് നിന്നുള്ള വെള്ളം അതിങ്ങനെ ചോർന്നൊലിക്കുകയാണ്. ഇത് ഇവരുടെ കിടപ്പ് മുറിയാണ്. ഈ മുറിക്കുള്ളിലേക്കൊക്കെ തന്നെ രാവിലെയൊക്കെ വലിയ രീതിയിലേക്കുള്ള വെള്ളക്കെട്ടുണ്ട്. ഇനിയും മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളം കയറും. അങ്ങനെയുള്ള ആശങ്കകൾ കൂടിയാണ് അവർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ശരി, വിനീത വിജയാണ് മുണ്ടൻവേലിയിൽ നിന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ PNT കോളനിയിലെ വീടുകൾ ചോർന്നൊലിക്കുന്ന നിലയിലാണ്. അവിടുത്തെ ജീവിത ദുരിതമാണ് അവിടെ താമസിക്കുന്നവർ പറഞ്ഞത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.